ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? അതിന് മുമ്പ് ഒരു കാര്യം പറയാം. വീഡിയോ സമയത്തൊന്നും ഇടാൻ പറ്റില്ല, എപ്പോഴെങ്കിലുമൊക്കെ അപ്ലോഡാവും. അതൊന്നാമത് അപ്ലോഡാവാൻ സമയം എടുക്കുകയാണ്. നമ്മൾ വിചാരിച്ച സമയത്തൊക്കെ അപ്ലോഡ് ആവണില്ല. പിന്നെ രണ്ടാമത്തെ വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല, നോമ്പും പിന്നെ വീട്ടിലെ പണി ബിസിയാണ്, വെരി ബിസി. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരം വഴുകുന്നിട്ട. പിന്നെ ഇന്നത്തെ സംസാര വിഷയം ഭയങ്കരമായിട്ട് നോമ്പായിട്ട് ഭയങ്കര ടെൻഷനാട്ടോ, ഭയങ്കര വിഷമമാണ്. വിഷമം ഇങ്ങനെ തോന്നുകയാണ് മനസ്സിൽ. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നും ഇവിടെ ഇല്ല. എന്നാലും അത് എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ, അറിയാവുന്നൊരു കുടുംബം, എനിക്കറിയുന്നൊരു കുടുംബത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടുള്ളൊരു ടെൻഷനാണ് കേട്ടോ. എനിക്ക് മനസ്സിൽ ഭയങ്കര ബേജാറ് തോന്നുന്നു. നമുക്കാണെങ്കിൽ അവരെ സഹായിക്കാനും പറ്റുന്നില്ല. പിന്നെ എനിക്കുള്ളതെന്ന് ഒരു നുള്ളി കൊടുത്താൽ അവർക്ക് തൃപ്തിയാവില്ല. പിന്നെ അവർക്ക് തൃപ്തി ആവുന്ന തരത്തിൽ കൊടുക്കാൻ നമ്മളിതില്ല താനും. അപ്പോൾ ആ ഒരു ബേജാറും ഒക്കെ ഉണ്ട്. പിന്നെ അവരൊന്നും പുറത്തൊന്നും കാണുന്നില്ല. എന്താ അതാന്ന് ചോദിക്കാനും പറ്റണില്ല, ചോദിച്ചാൽ പറയൂല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അപ്പോൾ നോമ്പൊക്കെയാണ്, നമ്മളെല്ലാവരും നോമ്പറക്കാൻ നല്ല സമൃദ്ധിയായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാവരും കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. പിന്നെ പാവപ്പെട്ടവരില്ലാത്തവരും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ, അങ്ങനത്തെവരുണ്ട്. എന്നാലും ഞാൻ ഞാൻ പറയുന്ന ആ ഒരു കുടുംബത്തിൻ്റെ കാര്യം തന്നെ എന്താണ് അവരുടെ അവസ്ഥ ഒന്നും അറിയില്ല. പിന്നെ എല്ലാ നോമ്പിനും ഇതിൻ്റെ മുന്നുള്ള പല നോമ്പുകൾക്കും അവരുടെ സമൃദ്ധിയായിട്ട് നോമ്പായ എന്തെങ്കിലും എവിടെ നേരമൊക്കെ ആയിട്ട് അവർക്ക് ഫുഡിനുള്ള സാധനങ്ങളൊക്കെ കൊടുന്നു കൊടുക്കണ കാണാറുണ്ട്. ആൾക്കാരൊക്കെ, കുടുംബക്കാരും അതേപോലെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കൊടുന്നു കൊടുക്കണം കാണാറുണ്ട്. ഇപ്രാവശ്യം അതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആരും കൊടുന്നു കൊടുക്കണമൊന്നും കണ്ടില്ല. ഞാൻ കാണാത്തതുകൊണ്ടൊന്നും അറിയില്ല. പക്ഷേ അവരുടെ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. അവർ 4-5 അംഗങ്ങളുള്ള വീടാണ്. നിലവിൽ ഇപ്പോൾ അവിടെ എത്ര അംഗങ്ങളാണ് ഉള്ളതെന്നും അറിയില്ല. നമ്മൾ അവരെന്നെ കാണുന്നില്ല, ചോദിക്കാനായിട്ട് നമ്മൾ അവരെന്നെ കാണുന്നില്ല. ഇനിയിപ്പോൾ ചോദിച്ചാലും അവരത്ര കറക്റ്റായിട്ടൊന്നും പറയൂല. അപ്പോൾ എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലൊരു വിഷമം. ഫുഡിന് വേണ്ടിയിട്ട് നോമ്പ് കാലമായിട്ട് ഇനി അവിടെ പട്ടിണി ആണാവോ എന്നൊക്കെ ഒരു തോന്നൽ മനസ്സിലിട്ടോ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കൊറോണയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള ആൾക്കാർ, കുറേ ആൾക്കാർ ഉണ്ടല്ലോ, പിന്നെ എന്തെങ്കിലുമൊക്കെ ആൾക്കാരുടെ സഹായം, സാമൂഹ്യ സേവകരുടെ സഹായത്തിനും കൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ആ ഒരു ഇതുണ്ട്. അപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പിന്നെ ആലോചിച്ചിട്ട് ഭയം തോന്നുന്നുണ്ട്. അവരൊന്നും പുറത്തേക്കും കാണുന്നില്ല. പിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയണില്ല, അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അവരോടൊപ്പോൾ അധ്വാനിച്ച് കൊണ്ടുവരാനൊന്നും ആരുമില്ല. പിന്നെ അവർക്കാണ് ജോലിക്ക് പോകാനും വയ്യാത്ത ആളാണ്. എന്തെങ്കിലും നമ്മളെ വിഷമം കൊണ്ടാവും നമ്മൾ ചോദിക്കണം, നമുക്കൊന്നും കൊടുക്കാനും ഇല്ല. പിന്നെ നമുക്ക് മനസ്സിലൊരു ബേജാറ് തോന്നിയിട്ടാണ്, ടെൻഷൻ തോന്നിയിട്ട് നമ്മളെന്തെങ്കിലും ചോദിക്കുക. അപ്പോൾ അത് പറയൂല ചോദിച്ചാൽ. അപ്പോൾ നമുക്ക് ചോദിക്കാനും ബുദ്ധിമുട്ട്. നമ്മൾ ചോദിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു തോന്നൽ അങ്ങനെയുണ്ട്. എന്തായാലും ഫുഡ് നോമ്പായിട്ടൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് എൻ്റെ ഒരു ഉറപ്പിട്ടാ. ഞാൻ കണ്ടില്ല. അതായത് കാണാറുണ്ട്, എപ്പോഴും ഞാൻ കാണാറുണ്ട്, ഞാനെന്നല്ലേ പറയുന്നത്.
മുന്നൊക്കെ പലരും പല സാധനങ്ങളും അവരുടെ കുടുംബത്തിൽ നിന്നും അവരെ ആൾക്കാരും നാട്ടിലുള്ള ആൾക്കാരും ഒക്കെ കൊണ്ടു കൊടുക്കണ കാണാറുണ്ട്. സമൃദ്ധി അവർക്ക് സാധനങ്ങൾ റംസാനായാൽ കിട്ടാറുമുണ്ട്. അതിപ്പോൾ ഞാനല്ലേ പറയുന്നത്, ഞാൻ കാണാറുണ്ട്. ഇപ്രാവശ്യം ഒന്നും കണ്ടില്ല. ഇപ്പം നോമ്പ് 8-9 ആയില്ലേ, ഒന്നും കൊടുന്നു കൊടുക്കണമൊന്നും കണ്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പട്ടിണിയും പാടൊക്കെ ആയിട്ട് റംസാൻ കഴിഞ്ഞ് വിട്ടാണോ എന്താണെന്നും അറിയില്ല. അപ്പം ആ ഒരു ടെൻഷന്, നമ്മൾ അയൽവക്കത്തുള്ള ഒരാൾ പട്ടിണി എടുക്കുമ്പോൾ വേറെ ഇറച്ചി തിന്നാൻ പാടില്ല എന്നല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്, നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീട്ടിലത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയാഞ്ഞിട്ടുള്ളൊരു ടെൻഷനും. അവർ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാലോ. അപ്പം എൻ്റെ സാധനം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പം അത് കാണാത്തതുകൊണ്ടുള്ളൊരു ബേജാറാട്ടോ. അതാണ് ഇപ്പോൾ പറയണത്. അല്ലാണ്ട് അവരെന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറയാനായിട്ട് അവരെ കാണുന്നില്ല. ആരെയും പുറത്തൊന്നും കാണുന്നില്ല. വീടിൻ്റെ അകത്ത് ആളുണ്ട്, പുറത്തേക്കൊന്നും വരുന്നൊന്നുമില്ല. അതും എന്താണെന്നൊന്നും അറിയില്ല. മറ്റത് മിറ്റൊക്കെ അടിക്കുന്ന കാണാറുണ്ട്. ഇപ്പോൾ കുറേ വെച്ചിട്ട് വഴിയൊക്കെ അടിച്ചു വരുന്ന കാണാറുണ്ട്. ഇപ്പോൾ വെച്ചിട്ട് വഴി അടിക്കുന്നു കാണാനില്ല. ആകെ ചപ്പും ചവറും നിറഞ്ഞിട്ടൊക്കെ എടുക്കണം. എന്താണെന്നറിയില്ല. പിന്നെ കടങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. ഒരു അടവേരൊക്കെ ഈ മുത്തൂറ്റി സാഫ് പോലുള്ള അടവേരൊക്കെ വന്നിട്ട് അവിടുന്ന് രാത്രിയിലൊക്കെ വർത്താനം കേൾക്കുന്നുണ്ട്. ഓരോ ഓഫീസർമാർ സാറന്മാരൊക്കെ വന്നിട്ട് വർത്താനമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതും വിഷമം, കേൾക്കുമ്പോൾ വിഷമം. എല്ലാം കൊണ്ടും റംസാനായിട്ടൊരു മനസ്സിനൊരു സുഖമില്ല. നമ്മളുടെ വിഷമമല്ല, മറ്റുള്ളവരുടെ വിഷമം കണ്ടിട്ട് ഒരു ബേജാറ്, ഒരു ടെൻഷൻ. എല്ലാം അറിയില്ല. ആ ഒരു വിഷമമുണ്ടെന്ന് പറയാമായിരുന്നു. ആരോടെല്ലാം ഒന്ന് പറഞ്ഞു പോയിന്നല്ലോ. അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ബോധമില്ലാത്ത പോലെ നടക്കുകയാണ്. ഒന്നും ഒരു ഓർമ്മയില്ല. വെച്ച് ഒരു പണിയെടുക്കാൻ പോയാൽ വേറെ പണിയെടുക്കാൻ പോകും. അങ്ങനത്തെ ഒരവസ്ഥ ഇപ്പോൾ. ഭയങ്കര ടെൻഷൻ. പിന്നെ പല കാര്യങ്ങൾ കൊണ്ടും ഭയങ്കര ബേജാറാണ്. നോമ്പായിട്ടൊരു സന്തോഷമില്ല. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും റംസാൻ മുബാറക്ക്.